ഹേ ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോൾഡഡ് ക്ലേയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത് വെച്ചൊരു സാധനം ഉണ്ടാക്കാം. ഞാനിതിൽ ഉണ്ടാക്കുന്നത് ഒരു ഹാറ്റ് മോഡലിലുള്ള അഗർബത്തി വെക്കുന്ന ഒരു സ്റ്റാൻഡല്ല, ഒരു സാധനം പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് നമ്മളിതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. എനിക്ക് പരത്താനായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു പെർഫെക്റ്റ് വേ ഒന്നും അല്ലായിരുന്നു. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒന്ന് നല്ലോണം പരത്തി അത്യാവശ്യം ഒരു ചെറിയൊരു തിന്നൽ മതി. ഭയങ്കര തിക്കായിട്ട് വേണമെന്നില്ല, എന്നാൽ ഭയങ്കര തിന്നായിട്ട് വേണമെന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു സർക്കിളിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കണം, ഒരു റൗണ്ട് ഷേപ്പിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ സർക്കിൾ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തും വരച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതിയാവും. എന്നിട്ട് ആ സർക്കിൾ മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം, ഇതിൽ കാണിക്കുന്നത് പോലെ. ബാക്കി എക്സസ് ആയിട്ടുള്ള ക്ലേനെ മാറ്റിയെടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് മാത്രം അതിൽ നിന്ന് എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ക്ലേ ചെയ്യുന്ന ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സിസേഴ്സും അതുപോലെ ബാംബു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് എല്ലാം കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട്, അതായത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചെറിയൊരു നനവ് മാത്രം മതി, യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ആ ഒരു ഹാറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് ആ ഒരു സാധനത്തിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ആ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കണം. അത് അതിൽ പ്ലേസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ക്ലേ നമ്മളിതിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ആദ്യം ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കുറച്ച് വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്, ഇതിൽ കാണുന്നത് പോലെ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ബാംബു സ്റ്റിക്കോ യൂസ് ചെയ്ത് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ടൂത്ത് പിക്കല്ല, ബാംബു സ്റ്റിക്കായിരിക്കും ഒന്നും കൂടി നല്ലത്. കാരണം നമുക്ക് അഗർബത്തി വെക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വലുപ്പത്തിനുള്ള സാധനം വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു ഹാറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു.